ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? സുഖല്ലേ? പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു 2 റൂമിൻ്റെ വീഡിയോ കാണിച്ചു തരാം. അതായത് ഒരു റൂം പുറത്ത് ഉള്ള വ്യൂ ഉള്ളൂ, ഉള്ളിലുള്ള വ്യൂ ഇല്ല. കാരണം ഞാൻ ആ വീഡിയോ എടുത്തപ്പോൾ റൂം ക്ലോസ് ചെയ്യുന്നു. പിന്നെ ഒരു റൂമിൻ്റെത് ഉള്ളിലുള്ള വ്യൂ ആണ്. അപ്പോൾ ആ 2 വീഡിയോ ഒന്ന് കണ്ടിട്ടെന്ന് ബാക്കിയുള്ള കാര്യം ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഇതാണ് ഒരു റൂം. ഈ റൂമിൻ്റെ പിന്നെ വലിപ്പം നിങ്ങൾക്ക് താഴെ ടൈൽസിൻ്റെ ആ ഒരു വലിപ്പം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു ചെറിയ ഇടുങ്ങിയ റൂമാണ്. ഒരു കട്ടിലിട്ടാൽ ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ളൊരു ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി രണ്ടാമത്തെ റൂമിൻ്റെ വീഡിയോ ഒന്ന് കാണാം. ഇതൊരു റൂമാണ്. ഈ റൂമിൽ അത്യാവശ്യം 2 കട്ടിലുണ്ട്, അത്യാവശ്യം ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. പിന്നെ കിച്ചണൊരു ഭാഗമുണ്ട്, ബാത്റൂം ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു റൂമാണ്. ഇരിക്കാനും നടക്കാനും എല്ലാം സൗകര്യമുള്ള റൂം. ഇനി ഈ 2 റൂമിൻ്റെ കഥ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇതിൽ ആദ്യം കണ്ട റൂമില്ല, ആ വൈറ്റ് പെയിൻ്റ് അടിച്ച ചെറിയ റൂം. ചെറുത് പറഞ്ഞാൽ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷേ ഞാൻ ആ വീഡിയോ എടുത്തപ്പോൾ ആ റൂം പൂട്ടി കിടക്കുകയായിരുന്നു. ആ റൂം ഓപ്പൺ ആക്കിയിട്ട് ഉള്ളിൽ ഞാൻ കണ്ടതാണ്. ആ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം എൻ്റെ കൂടെ സൗദി ഉണ്ടായിരുന്നു. ആ റൂം എന്ന് പറഞ്ഞാൽ, ആ ഫസ്റ്റ് കാണിച്ച റൂം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഡ്രൈവർക്ക് ഒരു വീട്ടുകാരുണ്ടാക്കിയ റൂമാണ്. ഒരു പുതിയ ഡ്രൈവർ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വരുന്ന ഡ്രൈവർ എത്തിയിട്ടില്ല, ആ ഡ്രൈവർക്ക് ഉണ്ടാക്കിയ റൂമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ പിന്നെ അത്ര വില ഉള്ളൂ വിലക്ക്. ഒരുവിധം ഒരു 90% പിന്നെ സ്വദേശികൾക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ അത്രക്ക് ഒരു വില ഉള്ളൂ. അപ്പോൾ പിന്നെ ഏകദേശം ഈ ടൈപ്പ് റൂം ഒക്കെ ഉള്ളവരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതിലേറെ കുറച്ചും കൂടി സൗകര്യമുള്ള റൂം മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ടൈപ്പ് റൂമുകളും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു കട്ടിലിട്ടാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബാത്റൂമുണ്ട്. അതാണ് വിറ്റ്. ഒരു ബാത്റൂമുണ്ട്, അത് പൂട്ടി കിടക്കണത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു കട്ടിലിട്ടാൽ പിന്നെ സ്പേസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ റൂം പുതിയതായിട്ട് വരാനിരിക്കുന്ന ഒരു ഡ്രൈവർക്ക് വേണ്ടിയിട്ട് സൗദി നിർമ്മിച്ച റൂമാണ്. പിന്നെ രണ്ടാമത് കണ്ട റൂമുണ്ടല്ലോ, ആ റൂം ആരുടെ അറിയോ? അവിടെയാണ് ഭയങ്കര വിറ്റ്. ആ റൂം ഈ സൗദിക്ക് ഡ്രൈവറെ കൊണ്ടുവരുന്ന ആളുണ്ടല്ലോ, അത് മലയാളിയാണ്. ഈ വരുന്ന ആൾ മലയാളിയാണ്. അപ്പോൾ ഈ സൗദിക്ക് ഡ്രൈവറെ കൊടുക്കുന്ന ആളെ റൂമാണ് അത്. അതായത് പിന്നെ ഞാൻ ആ ഫസ്റ്റ് കാണിച്ചെന്ന് ചെറിയ റൂമിലേക്ക് വരുന്ന ഡ്രൈവറെ, ആ ഡ്രൈവർക്ക് ഒരാൾ വിസ കൊടുക്കണമല്ലോ വരാണെങ്കിൽ, ആ വിസ കൊടുത്ത ആളെ റൂമാണ് രണ്ടാമത് കാണിച്ച റൂം. ആ ആൾ വർഷങ്ങളായിട്ട് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇതേപോലെ പിന്നെ ഡ്രൈവർ വിസ കാര്യങ്ങളൊക്കെ എടുത്ത് ആളുകളെ കൊണ്ടുവരണതാണ്. അപ്പോൾ പലതും ചീറ്റി പോവും, പലതും പിന്നെ മുഴുവനായിട്ട് അറിയും. അതായത് വിസ അടിപൊളി വിസയാണ്, അടിപൊളി വീടാണ്, അടിപൊളി വലിയ റൂമും കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ അത്യാവശ്യം വലിയ ഓട്ടം കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞേക്കാണ്ട് 99% മൂപ്പർക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞേക്കാണ്ട് ആളെ കൊണ്ട്. എന്നിട്ട് ആളുകൾ ഇവിടെ വന്നുകാണ്ട് പെട്ടിട്ട് ചിലവർ 1-2 മാസം നിന്ന് തിരിച്ചു പോകും, ചിലവർ ഇരായി പറഞ്ഞ് 2 കൊല്ലം നിൽക്കും, ചിലവർ മൂപ്പരറ്റ് വെച്ചിട്ടും അങ്ങനെയൊക്കെ കൂടെ ആയിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ ആ ആൾക്ക് ഈ വീടിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ റൂമിലേക്കാണ് പിന്നെ ആളെ കൊണ്ടുവരണമെന്നോ ഒന്നും അറിയില്ല. ഇത്ര ചെറിയ റൂമാണ് ഇവിടെ ഉള്ളതെന്നൊന്നും അറിയില്ല, ഒരു കഥ അറിയില്ല. ഇത് ഞാൻ ഇത്ര ആധികാരികമായിട്ട് പറയാൻ കാരണം വെച്ചാൽ,
ഈ വരുന്ന ആൾ എനിക്കറിയില്ല, പുതിയ ആൾ ആരാ വരുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ കൊണ്ടുവരുന്ന ആൾ എനിക്കറിയാം. അപ്പോൾ ആ കൊണ്ടുവരുന്ന ആൾ എന്നോട് പറഞ്ഞ് ആ വീട്ടിലേക്കൊരു ഡ്രൈവർ വരുന്നുണ്ട്, പിന്നെ അവിടെ റൂമും കാര്യങ്ങളൊക്കെ പുതിയ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കണേ, ആൾ റെഡി ആയിക്കണെന്നൊക്കെ. അപ്പോൾ ആൾക്ക് ഉള്ള റൂമാണ് ഇത്. ഈ റൂം മൂപ്പര് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരാളും പിന്നെ ഡ്രൈവർമാരെ കൊണ്ടുവരാതിരിക്കുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ സൗദികൾ പറയും എനിക്ക് ഡ്രൈവർ വേണം, എൻ്റെ അടുത്ത് ഡ്രൈവർ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ഡ്രൈവറെ കൊടുന്നു കൊടുത്താൽ എനിക്കൊരു 2000 റിയാലെങ്കിലും അയാളുടെ അടുത്ത് നിന്ന് മേടിക്കാം. പിന്നെ ഞാനൊരാളെ കൊണ്ടുവരുമ്പോൾ അയാളുടെ അടുത്ത് നിന്നൊരു പിന്നെ കുറഞ്ഞതൊരു 20,000 റുപ്യയിൽ എനിക്ക് മേടിച്ച നാട്ടിലത്തെ ഹൗസ് സർവീസ് അല്ലോ, അല്ലാതെ കൂടുതലൊന്നും മേടിക്കാൻ പറ്റില്ല. എങ്ങനെ ആയാലും സൗദിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന 2000 റിയാലും എൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന 20,000 രൂപയും ഒക്കെ കൂടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് എനിക്ക് കിട്ടും. വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. എന്ന് വെച്ചുകൊണ്ട് ഞാനൊരു സൗദി എനിക്ക് ഡ്രൈവർ വേണമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഏതെങ്കിലും ഒരു ഡ്രൈവറെ കൊടുന്നെടുത്താൽ എനിക്കറിയില്ല ആ സൗദിൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ഏതാണ് കാര്യങ്ങൾ, റൂമും കാര്യങ്ങളും. ഇപ്പോൾ ഇതേപോലെ റൂമും കാര്യങ്ങളൊക്കെയാണ് വന്നതിൻ്റെ ശേഷം ഞാൻ പെടൂലേ. ആ വന്നവൻ എന്നോടല്ലേ ചോദിക്കുക ഇത് ഈ കണങ്ങൾ എന്നെ കൊടുക്കുന്നതെന്ന് ചോദിച്ചില്ല. അപ്പോൾ ആ ഒരു സാഹചര്യമാണ്. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞേക്കണം നിങ്ങൾ അന്വേഷിച്ചിട്ടും കണ്ടറിഞ്ഞിട്ടൊക്കെ വരുമെന്ന്. ഇതതിനൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ഇപ്പോൾ ആ വരുന്ന ആൾക്ക് അറിയില്ല എൻ്റെ റൂം ഇങ്ങനത്തെ ഇതാണെന്ന്, ഇത്ര ചെറിയ റൂമാണ്. അപ്പോൾ ഏതായാലും ഞാൻ എന്ത് ചെയ്ത് ഈ റൂമിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആ ആളെ കൊണ്ടുവരാൻ ഈ ഏജൻ്റ് ഉണ്ടല്ലോ, ഏജൻ്റല്ല ഓൾറെഡി ഇവിടെ സൗദിയിലുള്ള ഡ്രൈവർ, ആ ആളെ ഞാൻ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കഥ. പിന്നെ ആ വീട്ടിലെ റൂം ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ കൊണ്ടുവരുന്ന ആൾ പിന്നെ ഈ വീടും ഒരുപാട് ദൂര വ്യത്യാസമുണ്ട്, ഒരു 10-40 കിലോമീറ്റർ ദൂര വ്യത്യാസമുണ്ട്. അപ്പോൾ മൂപ്പർക്ക് അവിടുന്ന് ഈ സൗദിനെറ്റ് ഫോൺ ചെയ്തത് കണ്ട് സംസാരിച്ചിട്ടുള്ള പരിചയമുള്ളൂ. അതായത് ഈ സൗദിയും പിന്നെ എന്ത് ഫാമിലി, ഈ സൗദിൻ്റെ ഫാമിലിത്തെ ഒരു ഡ്രൈവറാണ് ആൾ. അപ്പോൾ തമ്മിൽ കോൾ ചെയ്തിട്ടുള്ള പരിചയമുള്ളൂ. അപ്പോൾ ഈ സൗദി അവനക്ക് കോൾ ചെയ്ത് കണ്ട് പറഞ്ഞതാണ് എനിക്കൊരു ഡ്രൈവറെ വേണമെന്ന്. ആ ഒരു രീതിയിലാണ് പിന്നെ ആൾ ഡ്രൈവറെ കൊണ്ടുവരുന്നത്. അപ്പോൾ സൗദി പറഞ്ഞിരിക്കണേ ഞാൻ എനിക്ക് പുതിയ റൂമൊക്കെ ഉണ്ടാക്കി കൊടുത്തോളാം, പിന്നെ നല്ല ആളുവാണെന്നൊക്കെ പറഞ്ഞിരിക്കണേ. അപ്പോൾ ഫോണിൽ കൂടെ കേട്ട ഒരു ലെവലിൽ ആണ് ആ ചങ്ങായി ആളെ കൊണ്ടുവരുന്നത്. അയാൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഈ ഇങ്ങനത്തെ റൂമാണെന്നോ അല്ലെങ്കിൽ ഇതാണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഞാനേതായാലും എനിക്ക് ഇയാളറിയാം, അതുകൊണ്ട് പിന്നെ ഈ കാര്യം ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് എന്നൊക്കെ. ഏതായാലും ഞാൻ വിളിച്ചറിയിച്ചിട്ട് ഇവിടുത്തെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ മൂപ്പരോട് പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു റൂമിക്ക് ഒരു പിന്നെ മനുഷ്യന് കിടക്കാനോ അല്ലെങ്കിൽ ഇരിക്കാനോ നിൽക്കാനൊന്നും പറ്റാത്തൊരു സ്ഥിതിയാണ് ഇവിടെ വന്നുകൊണ്ട്. പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത്രയും പൈസ മുടക്കി കണ്ട് വന്നിട്ട്. അപ്പോൾ ഓട്ടം കാര്യങ്ങളൊക്കെ എന്താണ് ഏതാണെന്ന് എനിക്കറിയില്ല, അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ റൂമിൻ്റെ കാര്യം ഞാൻ ഇതിൻ്റെ സാഹചര്യം കണ്ടപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞിട്ടുണ്ട്. വരുന്നത് ആരാണെങ്കിലും പിന്നെ മോശമല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒന്നാമത് നാട്ടിലുള്ളവരോടാണ് പറയാനുള്ളത്, അന്വേഷിച്ചിട്ട് നല്ല കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് വരിക. അവിടെ വന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. രണ്ടാമത് ഇവിടെ സൗദിയിൽ പണിയെടുക്കുന്നവരോടാണ്, പിന്നെ നിങ്ങൾ ഏതെങ്കിലും സൗദി ഡ്രൈവറെ തരുമോ എന്നൊക്കെ ചോദിച്ചുമ്പോൾ അതിന് എടുത്തുകൊണ്ട് നാട്ടിൽ നിന്ന് ഡ്രൈവറെ കൊണ്ടുവരുന്നതിന് മുമ്പേ ഇവിടുത്തെ സാഹചര്യങ്ങൾ നന്നായിട്ടൊന്ന് അന്വേഷിക്കുക. വെറുതെ നാട്ടിൽ നിന്ന് പിന്നെ ബന്ധുക്കളാണെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളാണെങ്കിലും അതല്ലെങ്കിൽ പിന്നെ ഡ്രൈവർ വേണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സൗദി ഡ്രൈവർ വേണമെന്ന് പറഞ്ഞാൽ ചിലവൽക്കുണ്ടെന്ന് ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലിടുക, ഡ്രൈവർ ആവശ്യമുണ്ട് ഇത്രയും സാലറി കാര്യങ്ങൾ എന്നൊക്കെ. അപ്പോൾ ഏതെങ്കിലും പിന്നെ പാവം പിടിച്ചോ ദാരിദ്ര്യം പിടിച്ചോ ആരെങ്കിലും ഒരു പണി കിട്ടിയെങ്കിൽ വെച്ചിട്ട് നിന്ന് കാണാം അപ്ലൈ കാര്യം ഈ ഗ്രൂപ്പിൽ ഒരു പിന്നെ ഇത് കാണാം, ഒരു ജോലി വേക്കൻസി കാണും. അപ്പം അങ്ങനെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിക്കാണ്ട് ഇവിടെ വന്ന് കാണ്ട് കൊടുന്നവനും അറിയില്ല, സൗദി അറിയില്ല, ഇവിടെ വന്നിട്ട് പെടും. പിന്നെ ആകെ ജഗ പുകയിക്കാരം. അപ്പോൾ എൻ്റെ കൺമുമ്പിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ, നേരിട്ട് കണ്ടപ്പോൾ ഈ റമദാൻ മാസത്തിൽ അത് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അത്ര തന്നെ. ഓക്കെ, താങ്ക് യു.